ഹലോ, വെൽക്കം ബാക്ക് ടു ഫുഡ് ആൻഡ് വിഷസ്. നമ്മളെല്ലാവരും പ്ലം കേക്ക് ഉണ്ടാക്കുന്നവരും കഴിക്കുന്നവരും ഒക്കെയാണല്ലേ. എന്നാൽ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു പ്ലം കേക്ക് ആയാലോ. നല്ല ഫ്രഷ് പ്ലംസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ജർമ്മൻ പ്ലം കേക്ക് നമുക്ക് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഡിഫറെൻ്റ് ആണ് നമ്മുടെ സാധാരണ പ്ലം കേക്ക് വെച്ച് നോക്കുമ്പോൾ. നല്ല ബട്ടറിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ജർമ്മൻ പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പ്ലസ് 1 ടീസ്പൂൺ ഫ്ലോർ ആണ് ചേർക്കുന്നത്. മൈദ എടുത്താലും മതി നിങ്ങൾക്ക്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലോറും ബേക്കിംഗ് പൗഡറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2/3 കപ്പ് കാസ്റ്റർ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 125 ഗ്രാം ആണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വനില എക്സ്ട്രാക്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ഓറഞ്ച് സെസ്റ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ സെസ്റ്റും യൂസ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ഒരു 125 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കുറച്ചു നേരം ഒന്ന് പുറത്തെടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന എഗ്ഗാണ്. ഇനി ഇത് നമുക്ക് ബീറ്റർ ഒന്ന് ലോ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്ലോറും നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഒട്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലയെന്ന് കാണുന്ന വരെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ നിർത്തുവാണ്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ നമ്മൾ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേക്ക് ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഫുള്ളായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് സ്മൂത്തനാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ നമ്മൾ നന്നായിട്ട് ഇവിടെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പ്ലം വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഒറിജിനൽ പ്ലം ആണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അത് ഞാനിതുപോലെ ഒരു ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഹാഫായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു 4ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിനി ഇതിൻ്റെ ഗ്യാപ്പുകളുള്ളിടത്തും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് തിരിച്ചോ മറിച്ചോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭംഗിക്ക് വെച്ച് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ വെച്ചിട്ട്. ഇപ്പം നമ്മുടെ പ്ലംസ് എല്ലാം നന്നായിട്ട് ഇവിടെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ കേക്കിന് ഒരു ക്രംബിൾ ടോപ്പിംഗ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഞാനൊരു 150 ഗ്രാം ഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 100 ഗ്രാം കാസ്റ്റർ ഷുഗർ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ സിന്നമൺ പൗഡറും കൂടെ ചേർക്കുന്നു. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് കമ്പൈനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിതൊരു ക്രംബിൾ പരുവാകുന്നത് വരെ ഇത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് കൈ കൊണ്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഈ ഒരു ഫ്ലോറും ഷുഗറും എല്ലാം കൂടെ ഒരു ക്രംബിളുടെ ടെക്സ്ചറായി വന്നിട്ടുണ്ട്. ഇത് മതി നമുക്ക്. ഇത് കണ്ടോ, ഈ ഒരു ടെക്സ്ചറിൽ കിട്ടണം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ മുകളിലേക്ക് ഇത് പതിയെ ഇങ്ങനെ വിതറി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മളിത് നന്നായിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഫില്ലാവാനായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ ക്രംബിൾസ് ഇറങ്ങി നന്നായിട്ട് ഫില്ലായിട്ടുണ്ട്.
ഇനി നമുക്കിത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 50 മിനിറ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജർമ്മൻ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓവനിൽ വെച്ച് പുറത്തെടുത്ത് ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ജർമ്മൻ പ്ലം കേക്ക് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കണേ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ആ ബട്ടറിൻ്റെയും ആ സിനമണിൻ്റെയും ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് പോലെ അല്ല കേട്ടോ, നല്ല ഡെലീഷ്യസ് ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഞങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.